ബന്ധുക്കാരിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത് കുറച്ചൊന്നുമല്ല. അവർ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു പോവുകയാണ്. കാണാതെയും പോകുന്നവർ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ഇനി നമ്മൾ കടന്നു പോകുന്നത് ചില വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ആരാധനയിലേക്കാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവരുടെ രണ്ടാം തലമുറ തങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണീരിന് ഫലമായി ദൈവം അവരെ മാനിക്കുകയുണ്ടായി. നന്ദിയുള്ളവരായി അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയായി. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയായി. ഇതാ വീണ്ടും ഒരു സഭായോഗം. മൂന്നാം തലമുറ ആരാധനയ്ക്കായി തങ്ങളുടെ മാതാപിതാക്കളുടെ ഉപവാസത്തിനും കണ്ണീരിനും ഫലമായി ദൈവം അവരെ എല്ലാ രീതിയിലും മാനിച്ചു. വിദ്യാസമ്പന്നരായി ഇവർ ലോകത്തിലേക്ക് ഇറങ്ങി. അതിനാൽ ഇവർക്ക് ആത്മീക മന്ദത സംഭവിച്ചു. ഇതാ ആ കുടുംബത്തെ കാണുക. ആരാധനയിലെ ഉദാസീനത നിങ്ങൾ കാണുന്നില്ലേ? ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനം ആക്കിയിടും താൻ. എൻ്റെ നന്മയ്ക്കായവൻ സമൃദ്ധി നൽകും. എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. അങ്ങനെ യാത്ര ചെയ്ത് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ന്യൂ ജനറേഷൻ സഭായോഗത്തിലേക്കാണ്. ഇതാ ഒരു കുടുംബം ആരാധനയ്ക്കായി കടന്നു വരുന്നു. ഇവരുടെ വരവ് കണ്ടാൽ ഇവർ ആരാധനയ്ക്കാണോ വരുന്നതെന്ന് തോന്നിപ്പോകും. ആദ്യ മാതാപിതാക്കന്മാർ ദൈവവചനം മാറോട് ചേർത്ത് പിടിച്ച് പോയ രംഗം നാം കണ്ടു. എന്നാൽ ഇവരെ നാം നോക്കുക. കാര്യസാധ്യത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ കടന്നു വരുന്നൊരു തലമുറ. നമ്മൾ യാത്ര ചെയ്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ വന്നു നിൽക്കുമ്പോൾ ആത്മിക ഗോളത്തിൻ്റെ അധപ്പതനം എത്രമാത്രമെന്ന് മനസ്സിലാക്കുക. കുടുംബങ്ങളുടെ അകൽച്ചയും ശിഥിലീകരണവും ആത്മിക അധപ്പതനവും എത്രമാത്രമെന്ന് ഇതിൽ നിന്ന് വിശകലനം ചെയ്യാം. ഇനിയുള്ള തലമുറ എങ്ങനെയാണെന്ന് ആർക്കറിയാം? നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. വിലാപങ്ങൾ 2:19 ഇപ്രകാരം പറയുന്നു: രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. പ്രിയ മാതാപിതാക്കളെ, തലമുറകൾക്ക് വേണ്ടി നമുക്ക് കരയാം, നെടുമ്പാട് വീഴാം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.